ഹായ് ഓൾ, ദിസ് ഈസ് സൺഡേ മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കെപ്പിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കുന്നതാണ് അവൻ. മറ്റേ പൂപ്പലുണ്ടല്ലോ, പൂപ്പൽ ചെത്തിയിട്ടും പിന്നെ എന്തോ ചോറ് പറ്റുക അങ്ങനെ എന്തോന്ന് കൊടുക്കണമെന്ന് അവൻ പറയണേ, എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ അവനെ കൂടെ ഒന്ന് കടയിൽ പോകാം കേട്ടോ. രാവിലെ തൊട്ട് നമുക്ക് ചപ്പാത്തിയോ ബ്രെഡ് എന്തെങ്കിലും മേടിക്കാനുണ്ട്. പിന്നെയുണ്ടല്ലോ ഈ ഒരു കൈവേദന, എൻ്റെ പൊന്നോ 4-5 മാസം മുന്നേ വന്നതായിരുന്നു. പിന്നെ ഒന്ന് മാറി തന്നെ, ഹോമിയോ മെഡിസിനൊക്കെ എടുത്ത് ഒന്ന് സെറ്റായതായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് കെട്ടണം കേട്ടോ. അത്യാവശ്യം ഫുൾ ടൈം ഉറങ്ങുമ്പോൾ ഒഴിച്ച് ബാക്കി ഫുൾ ടൈം അത് കെട്ടണം എന്നാണ് പറഞ്ഞേക്കണം. പക്ഷെ നമുക്ക് കുറേ നേരം ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം കൈ ടൈറ്റായിട്ട് നമുക്ക് പിന്നെയും കുറച്ച് വേദനയൊക്കെ വരും. എന്നാലും മാക്സിമം കെട്ടണം എന്നാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ ആ ഒരു ബെൽറ്റ് ഇവനിക്ക് കാൽവേന കൈവേന എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കെട്ടും, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് ബ്രെഡും പിന്നെ ഉച്ചക്കത്തോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചായപാത്രം ഇങ്ങനെയൊക്കെ കാണിക്കണയൊക്കെ കണ്ടിട്ട് ചെയ്താണ്. പക്ഷെ അത് കംപ്ലീറ്റ് പോയി, പാലൊക്കെ കൊട്ടിപ്പോയി ആകെ അലമ്പായി പോയിട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവൻ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ ഓരോ കാര്യങ്ങളും ഓർമ്മ വരിക. അവനതൊക്കെ പറയുന്നത് അപ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ തലേന്ന് കഴുകിയിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് ബാസ്ക്കറ്റിലേക്ക് എടുത്ത് വെക്കാനും പറ്റില്ല, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വെയിൽ ഒളിച്ചിട്ട് അവൻ തന്നെ മടക്കി വെച്ചോളൂ കേട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ ചെയ്തോളും, നമ്മുടെയൊക്കെ മടക്കി തരും, പക്ഷെ ഞങ്ങൾ സെറ്റാവുന്നില്ല, എന്നാലും ചെയ്ത് തരും പാവട്ടാ. അതിൻ്റെ ഇപ്പോൾ പുറത്ത് നല്ല മഴ. പിക്കുനൊരു കല്യാണം ഉണ്ടായിരുന്നു, പിക്കു റെഡി ആവാനുണ്ട്. അപ്പോൾ അവനും റെഡിയാക്കാൻ പറഞ്ഞിട്ട് അവനങ്ങനെ ചെയ്താട്ടെ. ഓരോ സാധനങ്ങളൊക്കെ തപ്പിടുത്തതിനപ്പോൾ എന്തോ ഒരു പൊട്ടിയ കണ്ണടയും ഒരു പഴയൊരു മാലയും കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവ് കാണിക്കണതാണ്. അതായത് ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ആ ചോറൊക്കെ കഴിച്ചിട്ടാണ് വേറെ കാര്യം. ആ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴേക്കും പുള്ളി ഉറങ്ങിപ്പോയി പാവം. അതായത് ഞാൻ പുറത്തേക്ക് ഉമ്മാൻ്റെ സൗണ്ടായിട്ട് പോയി നോക്കാൻ നിന്നപ്പോഴേക്കും പുള്ളി എണീറ്റ്. പുള്ളിനെയും കൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ വൈബിൽ അവൻ്റെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവനെയും കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ അതിലേ കയറുമ്പോഴാണ് അവൻ്റെ അങ്കവാടി, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പക്ഷേ പോയിക്കൊണ്ടിരുന്ന വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നമുക്കൊന്ന് പോകാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു മഴയൊക്കെ വന്നപ്പോഴാണ് ഈ ഇവിടേക്ക് ഫുള്ള് കാടായതല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് പുഴയുണ്ട് നമ്മുടെ. പിന്നെ സന്ധ്യയ്ക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളും എടുത്തപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയും പിന്നെ ബ്രെഡൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും ഉക്ക് വന്നായിരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴേക്കും എന്നാൽ പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല മഴയായി, പിന്നെ അമ്മ പോയില്ല. അപ്പോൾ അവൻ ആദ്യമൊക്കെ കുറച്ച് ഇടന്നായിരുന്നു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.